Hello students, welcome back to another episode of Nursing Guru. Today we are going to discuss the 5th unit in nursing, that is the labor and management. What is the definition of labor? Labor, it is a series of events that takes place in the genital organs in an effort to expel the viable products of conception out of the womb through the vagina into the outer world is called labor. Okay, അതായത് ലേബർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയബിൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഫീറ്റസ്, പ്ലാസൻഡ, മെംബ്രെയിൻ എന്നീ പാർട്ടുകളെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഒരു സീരീസ് ഓഫ് ഇവൻസിലൂടെ എഫേർട്ട് എടുത്തിട്ട് വജൈന വഴി ഔട്ടർ വേൾഡിലേക്ക് കൊണ്ടുവരുന്ന ഈവൻറ്റിനെയാണ് ലേബർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആണോ? നമ്മൾക്കിനി സ്റ്റേജസ് ഓഫ് ലേബറിലേക്ക് പോവാം. മെയിനായിട്ടും 4 സ്റ്റേജസ് ഓഫ് ലേബർ ആണ് നോർമൽ ഡെലിവറിയിലുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഡയലേഷൻ ഓഫ് ദ സെർവിക്സ് ആണ്. സെർവിക്സ് ഓപ്പണായി 10 സെൻറ്റിമീറ്റർ റീച്ച് ആവുന്ന സ്റ്റേജിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ബർത്ത് ഓഫ് ദ ബേബി. സെർവിക്സ് 10 സെൻറ്റിമീറ്റർ വരെ ഓപ്പൺ ആയതിനു ശേഷം ബേബി ബർത്ത് കനാൽ വഴി ഡെലിവറി ആവുന്നതിനെയാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. തേർഡ് സ്റ്റേജ് ഡെലിവറി ഓഫ് ദ പ്ലാസൻഡ. ബേബി ഡെലിവറി ആയതിനു ശേഷം പ്ലാസൻഡ പുറത്തേക്ക് വരുന്ന ടൈം പീരീഡാണ് തേർഡ് സ്റ്റേജിൽ ഇൻവോൾവ് ആവുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്താ? ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ടൈമാണ്. ഒബ്സർവേഷന് മദറും ബേബിയും പുറത്ത് വന്നതിന് ശേഷം മദറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അതായത് എന്തെങ്കിലും ഹെമറേജ് ഉണ്ടോ, ഹെമറ്റോമ ഫോം ചെയ്യുന്നുണ്ടോ, ടിയറിൻ്റെ സമയത്ത് ഫസ്റ്റ് ഡിഗ്രി ടിയർ, സെക്കൻഡ് ഡിഗ്രി ടിയർ, എനി ലാസറേഷൻ എന്നീ കണ്ടീഷനുകളിലേക്ക് മദർ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒബ്സർവ് ചെയ്യുന്ന പീരീഡാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്കിനി സ്റ്റേജസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൻ്റെ സൈൻസ് ആൻഡ് ഓൺസെറ്റിലേക്ക് പോകാം. എന്തൊക്കെയാണ് സൈൻസ് വരുന്നത്? ലൈറ്റനിങ്, ഫോൾസ് ലേബർ, പ്രീമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ, ബ്ലഡി ഷോ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അപ്സെറ്റ്. ഇത്രയാണ് മെയിനായിട്ടും ലേബറിൻ്റെ സയൻസിൽ വരുന്നത്. ലൈറ്റനിങ് എന്താണ്? ലൈറ്റനിങ്ങിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേബീൻ്റെ ഹെഡ് അപ്പർ അബ്ഡോമിനിൽ നിന്ന് പെൽവിക്കിൻ്റെ ഡീപ്പർ ഭാഗത്തേക്ക് എത്തുന്ന പീരീഡിനെയാണ് ലൈറ്റനിങ് എന്ന് പറയുന്നത്. ബേബി അപ്പർ അബ്ഡോമിനിലായിരിക്കും ഉണ്ടാകുന്നത്. അവിടുന്ന് ലൈറ്റനിങ് സംഭവിച്ച് ബേബീനെ സെർവിക്സിന്റെ ലോവർ സെഗ്മെന്റിലേക്ക് എത്തുന്നു. അതാണ് ഫസ്റ്റ് സൈനായ ലൈറ്റനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഫോൾസ് പെയിൻ. എന്താണ് ഫോൾസ് പെയിൻ? ഫോൾസ് പെയിനും ട്രൂ ലേബർ പെയിനും ലേബറിലുള്ളതാണ്. ഫോൾസ് ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ പെയിന് വയറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും കാണപ്പെടുന്നത്. പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടത്തുമില്ല, അതിനെ മറ്റ് ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ആയി പോകത്തുമില്ല. ആ പെയിൻ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പോകുകയും ചെയ്യും. അതാണ് ഫോൾസ് ലേബർ പെയിൻ എന്ന് പറയുന്നത്. പ്രീമച്വർ റപ്ചർ ഓഫ് ദ മെംബ്രെയിൻ, അതായത് മെംബ്രെയിൻ റപ്ചർ ആവുന്ന പീരീഡാണ് പ്രീമച്വർ റപ്ചർ ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നാലാമത്തെ സൈൻ എന്താണ്? ബ്ലഡി ഷോ. എന്താണ് ബ്ലഡി ഷോ? അതായത് ബ്ലഡി ഡിസ്ചാർജസ് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നതിനെയാണ് ബ്ലഡി ഷോ എന്ന് പറയുന്നത്. ഇനി അവസാനമായി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അപ്സെറ്റ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് തന്നെ മദറിന് ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റൂൾ പാസ് ചെയ്യാനും വോയിഡ് ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി കൂടുന്നു. അപ്പോൾ അത് GI അപ്സെറ്റിന് കാരണമാകുന്നു. ഇതാണ് ലേബറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള സൈൻസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്സ് ഓഫ് ഫസ്റ്റ് ലേബർ നമുക്ക് നോക്കാം. സ്റ്റെപ്സ് എന്താണ് വരുന്നത്? ആദ്യത്തേത് കൺട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ ഓഫ് ദ യൂട്രൈൻ മസിൽ. കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈറ്റനിങ്. റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ആകുന്നു, അതായത് റിലാക്സ് ആകുന്നു. പെയിൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അബ്ഡോമിനൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. കൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ബേബി അബ്ഡോമിനിൽ നിന്ന് താഴെ സെർവിക്സിലേക്ക് എത്താൻ സഹായിക്കുന്നു. അതാണ് കൺട്രാക്ഷനിലൂടെ മീൻ ചെയ്യുന്നത്. ഇനി റിട്രാക്ഷൻ എന്താ? കൺട്രാക്ഷൻ സംഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അബ്ഡോമിനൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും പെയിൻ കൂടുന്നതിനനുസരിച്ച്. രണ്ടാമത്തേത് ഫോർമേഷൻ ഓഫ് അപ്പർ ആൻഡ് ലോവർ സെഗ്മെൻറ്റ്. എന്താണ് ഫോർമേഷൻ ഓഫ് അപ്പർ ആൻഡ് ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്? മെയിനായിട്ടും അപ്പർ സെഗ്മെൻറ്റ് തിക്കായിരിക്കും, അതുകൊണ്ട് അത് കൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഈ കൺട്രാക്ഷൻ വരുന്നത് മൂലം ബേബീനെ താഴെ സെർവിക്സിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലോവർ സെഗ്മെൻറ്റിൽ എത്തുന്നു. ലോവർ സെഗ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ലോവർ സെഗ്മെൻറ്റ് തിന്നായിരിക്കും.
തിന്നായിരിക്കുന്നത് കൊണ്ട് സെർവിക്സിനെ ഡയലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്നു. അപ്പോൾ ക്ലിയർ ആണോ? അപ്പർ സെഗ്മെൻറ്റ് ലോവർ സെഗ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താ? അപ്പർ സെഗ്മെൻറ്റ് തിക്കാണ്, ലോവർ സെഗ്മെൻറ്റ് തിന്നാണ്. അപ്പർ സെഗ്മെൻറ്റ് തിക്കായതുകൊണ്ട് കൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു, ബേബീനെ സെർവിക്സിലേക്ക് എത്തിക്കുന്നു. ലോവർ സെഗ്മെൻറ്റ് തിന്നാണ്, തിന്നായതുകൊണ്ട് സോഫ്റ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. സോഫ്റ്റനിങ് സംഭവിക്കുന്നത് മൂലം സെർവിക്സ് എഫേസ്മെൻറ്റ് നടന്ന് ബേബി പുറത്തേക്ക് വരുന്നു. ക്ലിയർ ആണോ? ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ദ റിട്രാക്റ്റിംഗ് റിംഗ്. റിട്രാക്റ്റിംഗ് റിംഗ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത് എനി ഒബ്സ്ട്രക്റ്റഡ് ഡെലിവറി ഓർ ഡിലേ ആകുന്ന ഡെലിവറി ടൈമിലാണ് റിങ് ഫോം ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് ടേക്കിംഗ് ഓഫ് സെർവിക്സ് ഓർ എഫേസ്മെൻറ്റ്. ടേക്കിംഗ് ഓഫ് സെർവിക്സ് ഓർ എഫേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ടും സെർവിക്സ് തിന്നാകുന്നതിനെയാണ് എഫേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സെർവിക്സ് തിന്നായിട്ട് ബേബി ഹെഡ് ക്രൗണിങ്ങിലേക്ക് പോകുന്നു. അതാണ് മെയിനായിട്ടും ടേക്കിംഗ് ഓഫ് സെർവിക്സ് ഓർ എഫേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അഞ്ചാമത്തെ ഷോ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഷോ എന്ന് പറയുന്നത് ഒരു ബ്ലഡി ഡിസ്ചാർജ് ആണ്. അത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ നമുക്ക് കാണാൻ സാധിക്കും. സിക്സ്ത് ഫോർമേഷൻ ഓഫ് ദ ബാഗ് ഓഫ് വാട്ടർ. ഫോർമേഷൻ ഓഫ് ബാഗ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ ലോവർ പാർട്ടിൽ ബേബി അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഈ ലോവർ പാർട്ടിനകത്ത് ബേബിയുടെ അമ്നിയോട്ടിക് സാക്ക് ബൾജായിട്ട് ഫോം ചെയ്യും. ഈ ബൾജായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ബാഗ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോമായ ബാഗ് ഓഫ് വാട്ടറാണ് റപ്ചർ ഓഫ് മെംബ്രെയിൻ സംഭവിക്കുന്നത്. ബേബി താഴേക്ക് വന്നു, സെർവിക്സ് ഡയലേറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്തു. അറൗണ്ട് 5 to 6 സെൻറ്റിമീറ്റർ ഡയലേഷൻ സംഭവിക്കുമ്പോൾ തന്നെ മോസ്റ്റ് കേസിലും മെംബ്രെയിൻ എന്താവും? റപ്ചർ ആവും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സ്റ്റേജസ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് കൺട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ ആയിരിക്കും. കൺട്രാക്ഷൻ സംഭവിച്ച് എന്ത് ചെയ്യും? അപ്പർ പാർട്ടിൽ നിന്ന് ബേബി സെർവിക്സിൻ്റെ ഡീപ്പർ ഭാഗത്തേക്ക് എത്തും. അവിടെ വെച്ചിട്ട് റിട്രാക്ഷൻ റിങ് ഫോം ചെയ്യുന്നു. അതിനുശേഷം എഫേസ്മെൻറ്റ് എന്താ? ലൂസനിങ് ഓഫ് ദ സെർവിക്കൽ ഏരിയ. സെർവിക്കൽ പാർട്ട് തിന്നിങ് സംഭവിക്കുന്നു, ബ്ലഡി ഡിസ്ചാർജ് ഉണ്ടാവുന്നു, ബാഗ് ഓഫ് വാട്ടർ ഫോം ചെയ്യുന്നു, പിന്നീട് അത് എന്താവുന്നു? റപ്ചർ സംഭവിക്കുന്നു. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജിലെ സൈൻസും സ്റ്റെപ്സും വരുന്നത്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്തത് മാനേജ്മെൻ്റ് ആണ്. എന്താണ് മാനേജ്മെൻറ്റ്? മെയിനായിട്ടും നമുക്ക് രണ്ട് രീതിയിലാണ് മാനേജ്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് ജനറൽ മാനേജ്മെൻറ്റ്. ജനറൽ മാനേജ്മെൻറ്റിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു പേഷ്യൻ്റ് പെയിനായിട്ട് ലേബർ റൂമിലേക്ക് വന്നു. നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറയണം. ഇതെല്ലാം ചെയ്ത് പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് ഉള്ളത് ആംബുലേഷനാണ്. ആംബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആംബുലേഷൻ ഫസ്റ്റ് സ്റ്റേജിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ്. അതായത് ട്രൂ ലേബർ പെയിനും ഫോൾസ് ലേബർ പെയിനും നമുക്ക് ഒരു മദർ വോക്കിംഗ് ചെയ്യുന്നതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആംബുലേഷൻ എന്ന് പറയുമ്പോൾ വോക്കിംഗ് ക്യാൻ ഇൻക്രീസ് യൂട്രൈൻ കൺട്രാക്ഷൻ. സോ മദേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു വോക്കിംഗ്. അതായത് വോക്കിംഗ് ചെയ്യുന്നതിലൂടെ കൺട്രാക്ഷൻ കൂടാൻ സാധിക്കും. കൺട്രാക്ഷൻ കൂടുമ്പോൾ നമ്മളുടെ പെയിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. അതിലൂടെ ലേബറിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ആംബുലേഷൻ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്. നെക്സ്റ്റ് എന്താണ്? ഓറൽ ഇൻടേക്ക്. ഓറൽ ഇൻടേക്കിൽ മെയിനായിട്ടും ഓറൽ ഫ്ലൂയിഡ്സ് നമ്മൾ കൂട്ടും, അതുപോലെ തന്നെ സോളിഡ് ഫുഡ്സ് കുറയ്ക്കുകയും ചെയ്യും. ഓറൽ ഫ്ലൂയിഡ്സ് കൂട്ടുന്നതിലൂടെ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിലേയിങ് എംപ്റ്റിങ് സ്റ്റൊമക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് മെയിനായിട്ടും ഓറൽ ഇൻടേക്കിൽ വരുന്നത്. കെയർ ഓഫ് ബ്ലാഡർ ആൻഡ് ബവൽ. കെയർ ഓഫ് ബ്ലാഡർ ആൻഡ് ബവൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമ്മൾ മദറിനോട് പറയും പാസ് യൂറിൻ എവറി 2 hourly. അതുപോലെ തന്നെ അഡ്മിഷനായി കഴിയുമ്പോൾ സോപ്പ് വാട്ടർ എനിമ കൊടുക്കും. ഫോൾസ് ലേബർ പെയിൻ ആണെങ്കിൽ എനിമ കൊടുക്കുന്നതിലൂടെ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാൻ സാധിക്കും. ട്രൂ ലേബർ പെയിൻ ആണെങ്കിൽ എനിമ കൊടുക്കുമ്പോൾ പെയിൻ കുറയത്തില്ല. സോ മെയിനായിട്ടും കെയർ ഓഫ് ബ്ലാഡർ ആൻഡ് ബവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റിൽ എന്താണ് വരുന്നത്? അസസ്മെൻറ്റ്. നമ്മൾ എന്താണ് അസസ് ചെയ്യേണ്ടത്? മദറിനെ അസസ് ചെയ്യണം, ബേബീനെ അസസ് ചെയ്യണം. മദറിൽ എന്തൊക്കെ വരും? വൈറ്റൽസ് അസസ് ചെയ്യണം, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ എല്ലാം നമ്മൾ അസസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫീറ്റൽസിലാണെങ്കിലോ ഹാർട്ട് റേറ്റ്, ബേബിയുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ലീക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ അസസ് ചെയ്യണം. ലിക്കറിനകത്ത് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. വൺസ് ബേബി മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെക്കോണിയം ആസ്പിരേഷൻ റിസ്ക് ആണ്. അതുകൊണ്ട്
ഫ്ലൂയിഡ് എന്താണേലും നമ്മൾ അസസ് ചെയ്തിരിക്കണം. സോ ഇത്രയാണ് അസസ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? പെയിൻ മാനേജ്മെൻറ്റ്. പെയിൻ മാനേജ്മെൻറ്റിൽ എന്താണ്? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിനനുസരിച്ച് അനാൽജസിക്സ് പേഷ്യൻറ്റിന് കൊടുക്കണം. മെയിനായിട്ടും നമ്മൾ കൊടുക്കുന്ന അനാൽജസിക്സിൽ പാരസെറ്റമോൾ, വോൾട്ടാരിൻ, അങ്ങനെ അനാൽജസിക്സ് വരും. എന്താണെങ്കിലും ബിഫോർ അഡ്മിനിസ്ട്രിങ് അനാൽജസിക് വി ഹാവ് ടു എൻഷ്യൂർ പേഷ്യൻ്റ് ഈസ് നോട്ട് അലർജിക് ടു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. ക്ലിയർ ആണോ? ഇനി ചില പേഷ്യൻസിന് പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഡോക്ടേഴ്സ് എപ്പിഡ്യൂറൽ റെഫർ ചെയ്യും. മാൻഡേറ്ററി അല്ല, അക്കോർഡിംഗ് ടു പേഷ്യൻസ് വിഷസ് ആണ്. സോ അതാണ് മെയിനായിട്ടും അസസ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ പഠിച്ചു? പേഷ്യൻറ്റിൻ്റെ ആംബുലേഷൻ, ഓറൽ ഇൻടേക്ക്, കെയർ ഓഫ് ബ്ലാഡർ ആൻഡ് ബൗൾ മൂവ്മെൻറ്റ് ആൻഡ് ദ അസസ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് മാനേജ്മെൻറ്റ് എന്താണ്? ആക്റ്റീവ് മാനേജ്മെൻറ്റ്. ആക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ലേബറിലേക്ക് എത്തി എന്നാണ് അർത്ഥം. ആക്റ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോൾ മോണിറ്ററിങ് ഓഫ് പാത്തോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പാത്തോഗ്രാഫ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് OB/GYN പ്രാക്ടിക്കൽ സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. സോ പാത്തോഗ്രാം നമ്മൾ മോണിറ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അടുത്തത് എന്താണ്? പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം 30 മിനിറ്റ്സിൽ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ബ്ലഡ് പ്രഷർ റെക്കോർഡ് അറ്റ് എവറി 4 hours and marked across with the arrow. Temperature also every 2 hours. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സെർവിക്കൽ ഡയലേഷൻ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളർ, മോൾഡിംഗ് ഓഫ് സ്കൾ ബോൺ ആൻഡ് ഡിസെൻഡ് ഓഫ് ദ ഫീറ്റൽ ഹെഡ്. അതായത് വജൈനൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് PV നോക്കും. സെർവിക്സ് എത്ര ഡയലേറ്റ് ചെയ്തെന്ന്, 2 centimeter, 3 centimeter, 4 centimeter ഒക്കെ ഡയലേറ്റ് ആവും. അതായത് സെർവിക്സ് സോഫ്റ്റനിങ് ആകുന്നതിനനുസരിച്ച് നമ്മൾ വജൈനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കളർ കാണാൻ പറ്റും, മോൾഡിംഗ് ഓഫ് സ്കൾ ബോൺ അറിയാൻ പറ്റും. സോ ഇതെല്ലാം നമ്മൾ ആക്റ്റീവ് മാനേജ്മെൻറ്റിൽ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് ഈസ് ദ യൂറിൻ റെക്കോർഡിംഗ്. എന്തിനാണ് യൂറിൻ വോളിയം റെക്കോർഡ് ചെയ്യുന്നത്? ടു ചെക്ക് എനി അസറ്റോൺ ഓർ കീറ്റോൺ ഇൻ ദ യൂറിൻ. നെക്സ്റ്റ് പോയിന്റ്, എനി ഡ്രഗ് ഈസ് ഗിവൺ ദാറ്റ് ഓൾസോ റെക്കോർഡഡ് ഇൻ ദ പാത്തോഗ്രാം. സോ ആക്റ്റീവ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് ആണ് എന്ത്? റെക്കോർഡിങ്. എല്ലാ പോയിൻറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, പൾസ് റേറ്റ്, അതേപോലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കളറ്, സെർവിക്കൽ ഡയലേഷൻ്റെ സെൻറ്റിമീറ്റർ, അതേപോലെ എന്തെങ്കിലും ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്തിരിക്കണം. ഇനി മോണിറ്ററിങ് എക്സ്റ്റേണൽ ഫീറ്റൽ മോണിറ്ററിങ്ങും ഉണ്ട്, ഇൻറ്റേർണൽ ഫീറ്റൽ മോണിറ്ററിങ്ങും ഉണ്ട്. എക്സ്റ്റേണൽ ഫീറ്റൽ മോണിറ്ററിങ്ങിലാണ് മെയിനായിട്ടും ഇലക്ട്രോണിക് ഡിവൈസസ് മോണിറ്ററിങ് യൂസ് ചെയ്യുന്നത്. അതായത് CTG മോണിറ്ററിങ്. CTG മോണിറ്ററിങ്ങിലൂടെ നമുക്ക് ബേബിയുടെ ഹാർട്ട് റേറ്റ്, ബേബി മൂവ്മെൻറ്റ്, കൺട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി, എത്ര ഡ്യൂറേഷനിൽ എത്ര കൺട്രാക്ഷൻ കിട്ടി എന്നുള്ളത് CTGയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഇൻറ്റേർണൽ ഫീറ്റൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ? ഇൻറ്റേർണൽ ഫീറ്റൽ മോണിറ്ററിങ്ങിൽ മെയിനായിട്ടും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് sensory device directly introduced in uterus and transducers directly applied to the fetal skull over skull bone by physician and transmitted the electrocardiogram of fetus to graphic display. സോ മെയിനായിട്ടും എക്സ്റ്റേണൽ ഫീറ്റൽ മോണിറ്ററിങ് മാത്രമേ നമ്മൾ നോർമലി ഒരു പ്രഗ്നൻറ്റ് വുമണിൽ ചെയ്യുന്നുള്ളൂ. ഇൻറ്റേർണൽ ഫീറ്റൽ മോണിറ്ററിങ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നില്ല. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. സെർവിക്സ് 10 centimeter വരെ ഡയലേറ്റ് ആകുന്ന പീരീഡാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനകത്ത് എഫേസ്മെൻ്റ് ഉണ്ട്, കൺട്രാക്ഷൻ്റെ പീരീഡ് ഉണ്ട്, ബേബിയുടെ ഹെഡ് സെർവിക്സിൻ്റെ അവിടെ ഡിസെൻഡ് ആകുന്നത് വരെയുള്ള പീരീഡാണ് വരുന്നത്. അതിൽ മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു. ജനറൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ട്, മദർ ആൻഡ് ബേബി കംപ്ലീറ്റ്ലി നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കണം. സയൻസ് പഠിച്ചു, അതേപോലെ തന്നെ സ്റ്റെപ്സും പഠിച്ചു. ക്ലിയർ ആണോ? നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ബേബി ഡെലിവേർഡ് ആകുന്ന പീരീഡാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജിന് തന്നെ 2 phases ആണുള്ളത്, പ്രീ പൾസീവ് ഫേസും എക്സ്പൾസീവ് ഫേസും. എന്താണ് പ്രീ പൾസീവ് ഫേസ് എന്ന് പറയുന്നത്? അതായത് ഫുൾ ഡയലേഷൻ സംഭവിച്ച് ഫീറ്റലിൻ്റെ ഹെഡ് പെൽവിക് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന പീരീഡാണ് പ്രീ പൾസീവ് ഫേസ് എന്ന് പറയുന്നത്. എക്സ്പൾസീവ് എന്ന് പറഞ്ഞാൽ സിൻസ് ദ ടൈം മദർ ബിയർ ഡൗൺ ദ പുഷ് അൺടിൽ ദ ബേബി ഈസ് ഡെലിവേർഡ്. മദർ പുഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബേബി കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരുന്ന പീരീഡാണ് എക്സ്പൾസീവ് ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് ഫിസിയോളജി ഓഫ് സെക്കൻഡ് സ്റ്റേജ് നോക്കാം.
ഫിസിയോളജി ഓഫ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. കൺട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ ബിക്കം മോർ ഫ്രീക്വൻ്റ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു കൺട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ ഉണ്ട്. കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രൈൻ മസിൽ ടൈറ്റനിങ് ആവുന്നു. റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രൈൻ മസിൽസ് റിലാക്സ് ആവുന്നു. അപ്പം മെയിനായിട്ടും സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ഈ കൺട്രാക്ഷനും റിട്രാക്ഷനും മോർ ഫ്രീക്വൻ്റ് ആകുന്നു. നെക്സ്റ്റ് എന്താണ് ഫിസിയോളജിക്കൽ ചേഞ്ച് വരുന്നത്? അബ്ഡോമിനൽ മസിൽസ് ആൻഡ് ഡയഗ്രാംസ് ആർ എക്സ്പൾസീവ് ഇൻ ആക്ഷൻ. സെയിം തന്നെ അബ്ഡോമിനൽ മസിൽസിൻ്റെയൊക്കെ ആക്ഷൻസ് കൂടുന്നു. തേർഡ് പോയിന്റ് പെൽവിക് ഫ്ലോറിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പെൽവിക് ഫ്ലോർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബേബിയുടെ ഹെഡ് എഫേസ്മെൻ്റ് എത്തുമ്പോൾ തന്നെ പെൽവിക് ഫ്ലോറിൻ്റെ ഓപ്പണിംഗ് സംഭവിക്കുന്നു. എന്താണ് അടുത്ത പോയിന്റ്? എക്സ്പൾഷൻ ഓഫ് ദ ഫീറ്റസ് എക്സ്പെൽ ആകുന്നു. സോ ഇതാണ് ഫിസിയോളജി ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആക്റ്റീവ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നതാണ്. ജനറൽ മാനേജ്മെൻറ്റ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് എന്താണ്? പേഷ്യൻറ്റ് ഷുഡ് ബി ഇൻ ബെഡ്. ഷീ മേ ലൈ ഓൺ ഹെർ സൈഡ് അൺടിൽ ബിയറിംഗ് ഡൗൺ ദ പെയിൻ സ്റ്റാർട്ട്. അതായത് പെയിൻ സ്റ്റാർട്ട് ആവുന്നത് വരെ പേഷ്യൻ്റ് എന്തായിരിക്കും? ലൈ പൊസിഷനിലായിരിക്കും. ഷീ നീഡ് കംഫർട്ട്, സൂപ്പർവിഷൻ, റീഅഷുറൻസ് ആൻഡ് അഡ്വൈസ് ഓൾ ടൈം. അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ബേബി കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ആകുന്ന പീരീഡാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് സൂപ്പർവിഷൻ, റീഅഷുറൻസ് ഓഫ് അഡ്വൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് തേർഡ് ജനറൽ മാനേജ്മെൻറ്റ്? അഡ്മിറ്റ്, ഇൻഹലേഷൻ അനാൽജസിയ ഇഫ് അവൈലബിൾ, റിലീഫ് ദ പെയിൻ. നേരത്തെ പറഞ്ഞു പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പോയിന്റ്, വജൈനൽ എക്സാമിനേഷൻ ഈസ് ഡൺ അറ്റ് ബിയറിംഗ് ഓഫ് എൻഡ് സ്റ്റേജ് നോട്ട് ഓൺലി ടു കൺഫേം ഇറ്റ്സ് ഓൺസെറ്റ് ബട്ട് ടു ഡിറ്റക്ട് ദ ആക്സിഡൻ്റൽ കോഡ് പ്രൊലാപ്സ്. നമ്മൾ വജൈനൽ എക്സാമിനേഷൻ ചെയ്യും, PV ചെയ്യും. അതിൽ എന്താണ് കോഡ് പ്രൊലാപ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് എന്താണ്? എൻഷ്യൂർ ദ പൊസിഷൻ, സ്റ്റേഷൻ ഓഫ് ദ ഹെഡ്, ഡിസെൻറ്റ് ഓഫ് ദ ബേബി, FHR ആർ റെക്കോർഡ് എവറി 5 minutes. ആക്റ്റീവ് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ പൊസിഷൻ നമ്മൾ നോക്കണം. ബേബിയുടെ ഹെഡ് എവിടെ എത്തി, എഫേസ്മെൻറ്റ് സംഭവിച്ചോ, എത്രത്തോളം ഡയലേഷൻ ആയി എന്നെല്ലാം നോക്കുന്നതാണ് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് പോയിന്റ്. എന്താണ് ഇനി പ്രിപ്പറേഷൻ ഓഫ് ഡെലിവറി സംഭവിക്കുന്നത്? പേഷ്യൻറ്റിന് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ജനറൽ മാനേജ്മെൻ്റ് എല്ലാം കൊടുത്തു, അനാൽജസിക്സ് കൊടുത്തു, ബേബിയുടെ ഹെഡ് താഴേക്ക് വരാൻ തുടങ്ങി. അതാണ് പ്രിപ്പറേഷൻ ഓഫ് ഡെലിവറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ്. ഫസ്റ്റ് തിങ് എന്താണ്? പൊസിഷൻ മെയിനായിട്ടും എങ്ങനെയാണ് ഡെലിവറിക്ക് കൊടുക്കുന്നത്? ഒന്ന് ഡോർസൽ പൊസിഷൻ കൊടുക്കും, അല്ലെങ്കിൽ ലിത്തോട്ടമി പൊസിഷൻ ആയിരിക്കും. ഡോർസൽ പൊസിഷൻ വിത്ത് തൈ ഫ്ലെക്സ് ആൻഡ് വൈഡഡ് ഓർ ലിത്തോട്ടമി പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തു, ബേബിയുടെ ഹെഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? എപ്പിസിയോട്ടമി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർജിക്കൽ ഇൻസിഷൻ ഓഫ് പെരിനിയൽ ബോഡി. പെരിനിയം ഈസ് ഇവാലുവേറ്റഡ് prior to time of delivery. Determine whether the episiotomy indicated or to check the thickness, length, disability. എല്ലാ പേഷ്യൻസിനും എപ്പിസിയോട്ടമി വേണ്ടി വരത്തില്ല. ഇഫ് ദ മദർ ഈസ് G5, G4 എപ്പിസിയോട്ടമി ആവശ്യം വരുന്നില്ല. ഇൻഡാക്റ്റ് പെരിനിയത്തിൽ തന്നെ ബേബിയുടെ ഹെഡ് പുറത്തേക്ക് വരുന്നതാണ്. കണ്ടക്ഷൻ ഓഫ് ഡെലിവറി മെയിനായിട്ടും 3 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഡെലിവറി ഓഫ് ദ ഹെഡ്. സെക്കൻഡ് ഡെലിവറി ഓഫ് ദ ഷോൾഡർ. തേർഡ് ഡെലിവറി ഓഫ് ദ ട്രങ്ക്. അപ്പോൾ ആദ്യം എന്താണ് വരുന്നത്? ഹെഡാണ് ആദ്യം ഡെലിവേർഡ് ആകുന്നത്. ഹെഡ് എങ്ങനെയാണ് ഡെലിവറി ആകുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പിസിയോട്ടമി നമ്മൾ പ്രിപ്പറേഷൻ ഡെലിവറിയിൽ ചെയ്യുന്നുണ്ട്. എപ്പിസിയോട്ടമി ഇടുമ്പോൾ ചില കേസിൽ എപ്പിസിയോട്ടമി ടിയർ സംഭവിക്കാം. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറൈലായിട്ടുള്ളൊരു വൾവ പാഡ് വെച്ചിട്ട് നമ്മൾ ആനസിൽ കംപ്രഷൻ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് മൂലം സ്ട്രെച്ചിങ് ഓഫ് ദ പെരിനിയ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എപ്പിസിയോട്ടമി കഴിഞ്ഞു, വൾവ പാഡ് വെച്ച് നമ്മൾ കവർ ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുന്നത്? പ്രൊലോങ്ഡ് ആയിട്ടുള്ള പുഷിങ് കാരണം ഹെഡിൻ്റെ ഫ്ലെക്ഷൻ ഉണ്ടാവുന്നു. ഹെഡ് ഫ്ലെക്സ് ആവുന്നു. ഓസിപ്പുട്ട് എങ്ങനെയാണ് വരുന്നത്? ഓസിപ്പുട്ട് ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഹെഡ് ഫ്ലെക്സ് ആയി, ഓസിപ്പുട്ട് ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആയിട്ട് വരുന്നു. യൂസിങ് എങ്ങനെയാണ്? തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗേഴ്സ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ്. ക്ലിയർ ആണല്ലോ ഹെഡ് വരുന്നത്? ആൻഡ് ഓൾസോ ഹെഡ് ഷുഡ് ബി സപ്പോർട്ടഡ് ആസ് ദ റെസ്റ്റിറ്റ്യൂ ആൻഡ് ദ റൊട്ടേറ്റ് എക്സ്റ്റേണലി. പിന്നീട് ഹെഡ് എങ്ങനെയാണ് പോകുന്നത്? എക്സ്റ്റേണലി റൊട്ടേഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഡെലിവറി ഓഫ് ദ ഹെഡ് നടന്നു കഴിഞ്ഞു. സെക്കൻഡ് എന്താണ്? ഡെലിവറി ഓഫ് ദ ഷോൾഡർ. ഷോൾഡർ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു
ഡ്യൂ ടു ദ റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൊട്ടേഷൻ ഓഫ് എക്സ്റ്റേണലി, ഈ ഇവിടെ കാണാം ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്സ്റ്റേണലി റൊട്ടേഷൻ ഓഫ് ദ ഹെഡ്, ഷോൾഡർ ഈസ് റിലീസ്ഡ് ഫ്രം അണ്ടർ ദ പ്യൂബിസ്. ഓക്കെ, ഷോൾഡർ എവിടെ നിന്നാണ് റിലീസ് ആവുന്നത്? പ്യൂബിസിന്റെ അണ്ടറിൽ നിന്നാണ്. പ്യൂബിസിന്റെ അണ്ടറിൽ നിന്ന് റിലീസ് ആയതിനു ശേഷം എങ്ങനെയാ പോകുന്നത്? ഡ്രോയിങ് ദ ഹെഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് പോസ്റ്റീരിയർ ഷോൾഡർ ഈസ് റിലീസ്ഡ് ഫ്രം ദ അണ്ടർ ദ പ്യൂബിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡ്രോയിങ് സംഭവിച്ച് ഹെഡ് അപ്വേർഡ് ഡയറക്ഷനിൽ പോകുന്നു, പോസ്റ്റീരിയർ ഷോൾഡർ അണ്ടർ പ്യൂബിസിന്ന് റിലീസ്ഡ് ആവുന്നു. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് ഷോൾഡർ പുറത്തേക്ക് വരുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത്? ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്ത് ഹെഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് പോസ്റ്റീരിയർ ഷോൾഡർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ പെരിനിയം. പെരിനിയത്തിൽ നിന്ന് ഷോൾഡർ ഡെലിവേർഡ് ആകുന്നു, ആൻറ്റീരിയർ ഷോൾഡർ ഡെലിവേർഡ് ആകുന്നു, പിന്നീട് എന്താണ് പോസ്റ്റീരിയർ ഷോൾഡറും ഡെലിവേർഡ് ആകുന്നു. അങ്ങനെ ഡെലിവറി ഓഫ് ഷോൾഡർ കംപ്ലീറ്റ് ആയി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഡെലിവറി ഓഫ് ദ ട്രങ്ക്. ഹെഡ് വന്നു, ഷോൾഡർ വന്നു, ഇനി റിമൈനിങ് പാർട്ടായ ട്രങ്ക് വരണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആഫ്റ്റർ ഡെലിവറി ഓഫ് ദ ഷോൾഡർ 4 ഫിംഗേഴ്സ് ഓഫ് ഈച്ച് ഹാൻഡ് ആർ ഇൻസേർട്ടഡ് അണ്ടർ ദ ആക്സില ഓഫ് ദ ട്രങ്ക്. ഓക്കെ, സോ നമ്മുടെ ഹാൻഡ് ആക്സിലയുടെ സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ട്രങ്ക് എന്ത് ചെയ്യും? ജെന്റ്ലി ലാറ്ററൽ ഫ്ലെക്ഷനിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. ക്ലിയർ ആണോ? സോ ഇതാണ് മെയിനായിട്ടും 3 സ്റ്റേജായിട്ട് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെലിവറിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഡെലിവറി ഓഫ് ദ ഹെഡ്, ഡെലിവറി ഓഫ് ദ ഷോൾഡർ, ഡെലിവറി ഓഫ് ദ ട്രങ്ക്. ക്ലിയർ ആണോ? ഇത് ഒരു ഇമേജ് റെപ്രസെൻറ്റേഷനിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇനി ബേബി ഡെലിവറി ആയതിനു ശേഷം എന്താണ് അടുത്ത പ്രോസസ്സ് വരുന്നത്? ക്ലാമ്പിംഗ് ഓഫ് ദ കോഡാണ്. കോഡ് എങ്ങനെയാണ് ക്ലാമ്പ് ചെയ്യുന്നത്? മെയിനായിട്ടും കോഡ് ക്ലാമ്പ് അപ്രോക്സിമേറ്റ്ലി എവേ ഫ്രം ദ ഫീറ്റൽ അബ്ഡോമൻ ആൻഡ് ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ക്ലാംപ്സ്. അതായത് നമ്മൾ 2 ഫിംഗർ വിട്ടാണ് എടുക്കുന്നത്. അംബിലിക്കൽ കോഡ് അബ്ഡോമനിൽ നിന്നും 2 ഫിംഗർ ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രം നമ്മൾ 2 ക്ലാമ്പ് വെച്ചിട്ട് ക്ലാമ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ അംബിലിക്കൽ കോഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് കെയർ ഓഫ് ന്യൂ ബോൺ സ്റ്റാർട്ട് ചെയ്യും. വൺസ് ന്യൂ ബോൺ വന്നതിന് ശേഷം ന്യൂ ബോൺ കെയർ ആണ് വരുന്നത്. ന്യൂ ബോൺ കെയറിൽ എന്താണ് മെയിനായിട്ടും? കവർ വിത്ത് ഡ്രൈ ക്ലീൻ ക്ലോത്ത് ആൻഡ് ഹെഡ് സ്ലൈറ്റ്ലി ഡൗൺവേർഡ് 50 ഡിഗ്രി. അതായത് ബേബീനെ നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യും. എന്തിനാണ്? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലോസ് സംഭവിക്കും. ബേബീനെ കവർ ചെയ്തു, ഹെഡ് 50 ഡിഗ്രി ഡൗൺവേർഡ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. എന്തിന്? ഡ്രെയിനേജ് ഓഫ് മ്യൂക്കസ് അക്യുമുലേറ്റഡ് ഇൻ ദ ട്രക്കിയോ ബ്രോങ്കിയൽ ഫ്രീ. അതായത് മ്യൂക്കസ് അക്യുമുലേറ്റഡ് ആയിരിക്കും, അതിനെ റിലീസ് ആക്കാൻ വേണ്ടിയിട്ട് ഹെഡ് ഡൗൺവേർഡ് പ്ലേസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഡെലിവറിയിൽ മെയിനായിട്ട് വരുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഡെലിവറിയിൽ നമ്മൾ പൊസിഷൻ ചെയ്തു, എപ്പിസിയോട്ടമി കൊടുത്തു, സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്തു, ഹെഡ് ഡെലിവേർഡ് ആയി, ഷോൾഡർ ഡെലിവറി ആയി, ട്രങ്ക് ഡെലിവറി ആയി, ബേബി കംപ്ലീറ്റ്ലി പുറത്ത് വന്നു. ബേബീനെ എന്ത് ചെയ്തു? കോഡ് ക്ലാമ്പ് ചെയ്തതിന് ശേഷം ബേബി കെയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ് ബേബി കെയറിൽ വരുന്നത്? ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇമേജ് വരുന്നത്. അതായത് നിങ്ങൾക്ക് കാണാം ഹെഡ് സെർവിക്സിലേക്ക് വരുന്ന ഭാഗമാണിത്. ഹെഡ് ഫ്ലോട്ട് ചെയ്തിട്ട് എൻഗേജ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല, ഹെഡ് ഫ്ലോട്ടിങ് നടക്കുന്നു. എഫേസ്മെൻറ്റ് എവിടെയാണ് സംഭവിക്കുന്നത്? എൻഗേജ്മെൻറ്റ്, ഫ്ലെക്ഷൻ ആൻഡ് ഡിസെൻഡ്. കണ്ടോ? ബേബിയുടെ ഹെഡ് എൻഗേജ്ഡ് ആയി, സെർവിക്കൽ പാർട്ടിലേക്ക് ബേബിയുടെ ഹെഡ് എൻഗേജ്ഡ് ആയി. ഫർദർ ഡിസെൻഡിങ് ഓഫ് ഹെഡ് ഹാപ്പൻ ചെയ്തു. ഇവിടെ വെച്ചിട്ട് ഇന്റേണൽ റൊട്ടേഷൻ നടന്നു. എൻഗേജ്മെന്റ് സംഭവിക്കുമ്പോൾ ഫ്ലെക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഡിസെൻഡിങ്ങിന്റെ സമയത്ത് ഇന്റേണൽ റൊട്ടേഷൻ ആണ് വരുന്നത്. അതിനുശേഷം എന്തായി? കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ ഹെഡ് ആണ് വരുന്നത്. കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ഹെഡ് വരുന്നതിന് ശേഷമായിരിക്കും ബേബിയുടെ ഹെഡ് പുറത്തേക്ക് വരും. അപ്പോൾ എന്താ വരുന്നത്? കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ ആണ് സംഭവിക്കുന്നത്. എക്സ്റ്റൻഷൻ നടന്നതിന് ശേഷം റെസിസ്റ്റേഷൻ നടക്കുന്നു, അവിടെ എക്സ്റ്റേണൽ റൊട്ടേഷൻ നടന്നിട്ട് ബേബിയുടെ ഹെഡ് പുറത്തേക്ക് വന്നു. ആഫ്റ്റർ ദാറ്റ് ആൻറ്റീരിയർ ഷോൾഡർ പുറത്ത് വന്നു. ആൻറ്റീരിയർ ഷോൾഡർ പുറത്ത് വന്നതിന് ശേഷം പോസ്റ്റീരിയർ ഷോൾഡർ വന്നു, ട്രങ്ക് വന്നു, ബേബി ഡെലിവറി ആയി. ക്ലിയർ ആണോ? ഓക്കെ, സോ ബേബി പുറത്ത് വന്നു. ഇനി എന്താ? കെയർ ഓഫ് ബേബി. കെയർ ഓഫ് ബേബി എന്താ പറയുന്നത്? എൻഷ്യൂർ വാം ബൈ പ്രിവെൻറ്റിങ് ദ ഹീറ്റ് ലോസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ബേബീനെ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെസ്പിറേഷൻ, കട്ടിംഗ് ഓഫ് ദ അംബ്ലിക്കൽ കോഡ്, കെയർ ഓഫ് സ്കിൻ, നെയിം ബാൻഡ്സ് ആർ അപ്ലൈഡ് ടു ദ ബേബി ആൻഡ് ദ മദർ.
ഒബ്സർവേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, മെയിനായിട്ട് ഈ 6 കാര്യങ്ങളാണ് കെയർ ഓഫ് ബേബിയിൽ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. എന്താണ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ? തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത് പ്ലാസൻഡ വരുന്ന ടൈമാണ്. ബേബി വന്നു, നെക്സ്റ്റ് പ്ലാസൻഡ ടു ബി റിമൂവഡ്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം എക്സ്പൾഷൻ ഓഫ് ദ ഫീറ്റസ് ടു എക്സ്പൾഷൻ ഓഫ് ദ പ്ലാസൻഡ ആൻഡ് ദ പ്ലാസൻഡൽ മെംബ്രെയിൻ. Separation of the placenta. During second stage of the labor, this more frequent contraction, retraction of urine muscle to upper become thick. അതായത് സെയിം കൺട്രാക്ഷൻ നമുക്ക് പ്ലാസൻഡ റിമൂവ് ആവുന്ന ടൈമിലും ഫീൽ ചെയ്യാൻ പറ്റും. എന്തിനാണ്? പ്ലാസൻഡ അബ്ഡോമിനൽ വാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പർ അബ്ഡോമിനലിൽ കൺട്രാക്ഷൻ സംഭവിക്കുന്നത്. മെക്കാനിസം എങ്ങനെയാണ്? മെക്കാനിസം എന്ന് പറയുന്നത് റിട്രാക്ഷൻ ഡ്യൂറിങ് ദ സെക്കൻഡ് സ്റ്റേജ് റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് ദ പ്ലാസൻഡ സൈറ്റ്. ക്ലിയർ അല്ലേ? ഇനി പ്ലാസൻഡൽ സെപ്പറേഷന് മെയിനായിട്ടും 2 രീതിയിലാണ് വരുന്നത്. അതായത് ജനറൽ സെപ്പറേഷൻ. ജനറൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ദ പ്ലാസൻഡ ഫ്രം ഇറ്റ്സ് യൂട്രൈൻ അറ്റാച്ച്മെൻറ്റ് അറ്റ് ദ സെൻറ്റർ. It's opening of blood vessels in the uterus. With increased contraction and retraction, more and more detachment occurs, which is facilitated by weight of the placenta and the retroplacental blood. Third point എന്താ? It is the one of the most common method in the placental separation. മെയിനായിട്ടും general separation of the placenta ആണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താ? മാർജിനൽ സെപ്പറേഷൻ. എന്താണ് മാർജിനൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ദ മെംബ്രെയിൻ ആർ ഫെസിലിറ്റേറ്റഡ് ബൈ കൺട്രാക്ഷൻ ആൻഡ് ബൈ വെയിറ്റ് ഓഫ് ദ പ്ലാസൻഡ ആസ് ഇറ്റ് ഡിസെൻഡ് ഫ്രം ദ ആക്റ്റീവ് അപ്പർ സെഗ്മെന്റ്. Expulsion of the placenta means after complete separation of the placenta is forced down into lower segment then into upper part of the vagina by contraction and retraction. Thereafter it is expelled down by bearing downward effort. Next, management of third stage. Third stage-ലെ പ്ലാസൻഡൽ റിമൂവലിന്റെ മാനേജ്മെന്റ് എന്താണ് വരുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ. എന്താണ് കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ എന്ന് പറയുന്നത്? Patient lie on back fundus of uterus is palpated to confirm that is firmly contracted. നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കും എന്ത് കൺട്രാക്റ്റഡ് ആയോ അല്ലയോ എന്ന്. ആൻഡ് ദെൻ കൺട്രോൾഡ് ട്രാക്ഷൻ ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. അതിന് ശേഷമായിരിക്കും കൺട്രോൾഡ് ട്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. The uterus grabs immediately above the symphysis pubis between thumb and the fingers of the left hand. Steady pressure exerted to the uterus upward and sometime backward. Okay, then artery forceps placed on the cord at the vulva is held in right hand, is pulled downward. The pressure exerted by 2 hands is opposite direction is equal. Therefore, position of the uterus remain unaltered. ഇതാണ് മെയിൻ ആയിട്ടും കൺട്രോൾഡ് ട്രാക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ 2 hands in opposite direction is equals. Therefore, the position of the uterus remain unaltered. Okay, controlled contraction is maintained until the placenta can be seen at the vulva. If no progress is made, mother attempt is made after 2 to 3 minutes. കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. വൺസ് ഇറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ആഫ്റ്റർ 2 to 3 മിനിറ്റ്സിന് ശേഷം മാത്രം സെക്കൻഡ് അറ്റംപ്റ്റ് ട്രൈ ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് എന്താണ്? മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസൻഡ. മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസൻഡ എന്ന് പറഞ്ഞാൽ ഇഫ് പ്ലാസൻഡ ഈസ് നോട്ട് ഡെലിവേർഡ് വിത്തിൻ 15 minutes ആഫ്റ്റർ ഡെലിവറി ഓഫ് ദ ബേബി ദെൻ ദ മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസൻഡ ഷുഡ് ബി ഡൺ. ഓക്കെ, ഇനി എക്സ്പെൽഷൻ ആയ പ്ലാസൻഡ നമ്മൾ എക്സാമിൻ ചെയ്യണം. പ്ലാസൻഡ സെപ്പറേറ്റ് ആയി 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി എക്സ്പെൽ ആയ പ്ലാസൻഡ നമ്മൾ എക്സാമിൻ ചെയ്യണം. എന്തിനാണ്? Placenta is kept into a tray and inspected for broken fragments of the cotyledons or clots. Second, also placenta is examined for completeness, infraction along with the localized calcification. Third, also blood vessels, insertion of the placenta and the umbilical vessel, record the cord length and weight of the placenta. ഓക്കെ, വൺസ് ദ പ്ലാസൻഡ റിമൂവ് ആയി പ്ലാസൻഡ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പാർട്ട് എക്സ്പെൽ ആയിട്ടുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. കാരണം റിമൈനിങ് ആയിട്ടുള്ള പ്ലാസൻഡ യൂട്രൈൻ വാളിലുണ്ടെങ്കിൽ അത് ഹെമറേജിനും ബ്ലീഡിങ്ങിനും ക്ലോട്ട് ഫോർമേഷനും കാരണമാകും. സോ
കംപ്ലീറ്റ് പാർട്ട് എക്സ്പെൽ ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടിലിഡൻസോ ക്ലോത്തോ റിമൈൻസ് ഉണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യണം. സെക്കൻഡ് എന്താണ്? പ്ലാസൻഡ എക്സാമിൻഡ് ഫോർ ലോക്കലൈസ്ഡ് കാൽസിഫിക്കേഷൻ. നെക്സ്റ്റ് ബ്ലഡ് വെസൽ, ഇൻസ്പെക്ഷൻ ഓഫ് ദ പ്ലാസൻഡ, അംബ്ലിക്കൽ വെസൽസ് എല്ലാം ക്ലിയർ ആണോ നോക്കണം. ദെൻ കോഡ് ഓഫ് ലെങ്ത്, കോഡിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യണം. പ്ലാസൻഡ വെയിറ്റും മെഷർ ചെയ്യണം. ഇത്രയാണ് എക്സാമിനേഷൻ ഓഫ് എക്സ്പെൽഡ് പ്ലാസൻഡയിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ. ഫോർത്ത് സ്റ്റേജ് ആണ് ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്, അതായത് ഒബ്സർവേഷൻ സ്റ്റേജ്. എന്താണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്? ഫസ്റ്റ് 4 hours ഓഫ് ഡെലിവറി ഈസ് എ ക്രിട്ടിക്കൽ പീരീഡ് ഫോർ എ മദർ. എന്തുകൊണ്ടാണ്? ബ്ലീഡിങ്ങിന് കാരണമാകും. ദിസ് പീരീഡ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ. Observation of every minute must be made to see that firm contract the membrane is maintained to prevent hemorrhage. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെമറേജിന് കാരണമാകുന്ന എന്തെങ്കിലും മെംബ്രെയിൻസ് റിമൈനിങ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യണം. യൂട്രസ് ഇസ് പാൽപേറ്റഡ് ടു അസസ് ഡിഗ്രി ഓഫ് കൺട്രാക്ഷൻ ഒബ്സർവ്ഡ് ഫോർ പെരിനിയൽ പാഡ്, ഫോർ ലോക്കിയ, ഫോർ കളർ, ബ്ലഡ് ക്ലോട്ട്സ് ആൻഡ് എമൗണ്ട്. യൂട്രസ് എന്തിനാണ് പാൽപേറ്റ് ചെയ്ത് നോക്കുന്നത്? നമ്മൾ ഫണ്ടൽ മസാജ് കൊടുക്കാമെന്ന് പറയും. ഫണ്ടൽ മസാജ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ക്ലോട്ട് റിമെയിൻ ആയിട്ട് യൂട്രസിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ബ്ലീഡിങ്, ക്ലോട്ട്സ് അത് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഫണ്ടൽ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യും. അതായത് യൂട്രസ് കൺട്രാക്ട് ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് പോയോ എന്നറിയാനാണ് നമ്മൾ ഫണ്ടൽ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. ഇവിടെ ഡിഗ്രി ഓഫ് കൺട്രാക്ഷൻ ഒബ്സർവ്ഡ് ഫോർ പെരിനിയൽ പാർട്ട് ഫോർ ലോക്കിയ ഓർ കളർ എന്ന് പറയുന്നത് എന്താ? അതായത് വജൈനൽ ബ്ലീഡിങ് ലോക്കിയ, റൂബ്ര അങ്ങനെ പല ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. കളർ ചേഞ്ച് അനുസരിച്ച് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. പിന്നെ ബ്ലഡി പാഡ് കൗണ്ട് ചെയ്യുന്നതിലൂടെ ബ്ലീഡിങ്ങിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ഫോർത്ത് സ്റ്റേജിലെ ഒബ്സർവേഷൻ ഇമ്പോർട്ടൻറ്റ് പീരീഡ് ആണ്. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പോസ്റ്റ്പാർട്ടം കെയർ. എന്താണ് പോസ്റ്റ്പാർട്ടം കെയർ? പോസ്റ്റ്പാർട്ടം കെയറിൽ മെയിൻ ആയിട്ടുള്ളതാണ് കളർ ഓഫ് ലോക്കിയ. കളർ ഓഫ് ലോക്കിയയിൽ ലോക്കിയ റൂബ്ര, റൂബ്ര എന്ന് പറഞ്ഞാൽ റെഡ്, ലോക്കിയ സിറോസ പിങ്ക് അല്ലെങ്കിൽ പേൾ ബ്രൗൺ ആയിരിക്കും. ലോക്കിയ ആൽബ, ആൽബ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ആയിരിക്കും. മെയിനായിട്ടും എത്ര ഡേയ്സിലായിരിക്കും കളർ ചേഞ്ച് സംഭവിക്കുന്നതെന്ന. ലോക്കിയ റൂബ്ര റെഡ് കളർ 1 to 4 days ആയിരിക്കും. ലോക്കിയ സിറോസ പിങ്ക് കളർ ആയിരിക്കും അല്ലെങ്കിൽ പേൾ ബ്രൗൺ ആയിരിക്കും, 5 to 9 days ആയിരിക്കും. ലോക്കിയ ആൽബ വൈറ്റ് കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും, 10 to 50 daysലായിരിക്കും. ഇനി എമൗണ്ട് ഓഫ് ലോക്കിയ എത്രയാണ് എമൗണ്ട് വരുന്നത് ലോക്കിയയുടെ? നോർമലി 250 ml ആണ് ലോക്കിയയുടെ എമൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവത്തില്ല, ബ്ലഡിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ കളർ ഓഫ് ലോക്കിയയിൽ പഠിച്ചത്. ക്ലിയർ ആണല്ലോ? ഇനി ഒബ്സർവ് ഫോർ ഹെമറ്റോമ ആൻഡ് സ്വെല്ലിംഗ് അറ്റ് എപ്പിസോട്ടമി സൈറ്റ്. എപ്പിസോട്ടമി സൈറ്റിൽ സ്വെല്ലിങ്ങോ എനി റെഡ്നെസ്സോ ഹെമറ്റോമിയോ കാണുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട മാനേജ്മെൻറ്റ് എന്താണ്? ഐസ് പാക്ക് അപ്ലൈ ചെയ്യണം. അതായത് ഐസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ എപ്പിസോട്ടമി സൈറ്റിലുള്ള സ്വെല്ലിങ് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഹെമറ്റോമയാണെങ്കിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷനിലുണ്ടായിരിക്കും, ബ്ലഡി ഡിസ്ചാർജ് കൂടുതൽ ഹെവി ആയിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യാൻ ഓർത്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഡ്യൂറിംഗ് ദ 1 hour ഫിസിഷ്യൻ ആൻഡ് മിഡ്വൈഫ് റിപ്പയർ ദ എപ്പിസോട്ടമി ആൻഡ് എനി ലാസറേഷൻ ഇഫ് പ്രസന്റ് യൂസിങ് എ ലോക്കൽ അനാൽജസിയ. അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ലാസറേഷൻ സംഭവിക്കുകയാണെങ്കിൽ അനാൽജസിക്സ് കൊടുക്കണം, അത് റിപ്പയർ ചെയ്തിരിക്കണം വിത്തിൻ 1 hour. ലാസ്റ്റ്, ഒബ്സർവ് ഫോർ മദർ 1 hour, പൾസ് റേറ്റ്, ബ്ലഡ് പ്രഷർ, യൂട്രൈൻ ടോൺ ആൻഡ് വജൈനൽ ബ്ലീഡിങ്. ഡെലിവറി കംപ്ലീറ്റ് ആയതിനു ശേഷം 1 to 3 hours ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മദർ റൂമിലേക്ക് ഷിഫ്റ്റ് ആകുക. ഈ ടൈം പീരീഡിനുള്ളിൽ ബ്ലീഡിങ് അസസ് ചെയ്തിരിക്കണം, കളർ ഓഫ് ബ്ലഡ്, ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ്, അതുപോലെ തന്നെ ഫണ്ടൽ മസാജ് കൊടുക്കണം, യൂട്രസ് ഫേം ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് പോയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മെയിൻലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി വി നീഡ് ടു സ്റ്റാർട്ട് ദ ബ്രസ്റ്റ് ഫീഡിങ്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ടും സ്റ്റേജസ് ഓഫ് ഡെലിവറിയിൽ വരുന്നത്. എന്തൊക്കെ പഠിച്ചു നമ്മൾ സ്റ്റേജസ് ഓഫ് ഡെലിവറിയിൽ? മെയിൻലി ദർ ആർ 4 stages. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെർവിക്സ്,
കംപ്ലീറ്റ് ആയിട്ട് 10 സെൻറ്റിമീറ്റർ വരെ ഡയലേറ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ബേബി ബോൺ ചെയ്യുന്ന പീരീഡാണ്. ബേബി ബോൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹെഡ് ഡെലിവറി ആകുന്നു, ഷോൾഡർ ഡെലിവറി ആകുന്നു, അറ്റ് ലാസ്റ്റ് ട്രങ്ക് ഡെലിവറി ആകുന്നു. അവിടെ സംഭവിക്കുന്നത് ഫ്ലെക്ഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ, ആൻറ്റീരിയർ ഷോൾഡർ പുറത്ത് വരുന്നു, പോസ്റ്റീരിയർ ഷോൾഡർ വരുന്നു, ബേബി ട്രങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി ആകുന്നു. അതിൻ്റെ ഇടയിൽ എപ്പിസിയോട്ടമി പഠിച്ചു, എപ്പിസിയോട്ടമി സ്യൂച്ചറിങ് പഠിച്ചു. ദെൻ തേർഡ് സ്റ്റേജ് ഈസ് ദ എക്സ്പൾഷൻ ഓഫ് ദ പ്ലാസൻഡ. പ്ലാസൻഡൽ റിമൂവൽ മെത്തേഡ് പഠിച്ചു, മാനേജ്മെൻറ്റ് ഓഫ് പ്ലാസൻഡൽ എക്സ്പൾഷൻ പഠിച്ചു. അതുപോലെ തന്നെ പ്ലാസൻഡ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് പ്ലാസൻഡ എക്സ്പെല്ലായോ, റിമൈനിങ് എനി ക്ലോത്ത്സ് അബ്ഡോമിനൽ വാളിൽ സ്റ്റക്ക് ആയിട്ടുണ്ടോ, ബ്ലീഡിങ്ങിൻ്റെ ലെവല് ഒബ്സർവ് ചെയ്യണം. ഇനി ഫോർത്ത് സ്റ്റേജ് എന്താണ്? ഫോർത്ത് സ്റ്റേജ് ഒബ്സർവേഷൻ പീരീഡ്. അതായത് ഡെലിവറിക്ക് ശേഷം മദറിനെ ഒബ്സർവ് ചെയ്യുന്ന പീരീഡാണ് ഒബ്സർവേഷൻ പീരീഡിൽ വരുന്നത്. ആ സമയത്ത് ഫണ്ടസ് നോർമൽ പൊസിഷനിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ലോക്കിയ ചെക്ക് ചെയ്യണം, ലോക്കിയ കളർ, അതുപോലെ ലാസ്റ്റ് എത്ര ക്ലോട്ടഡ് ആയിട്ടുള്ള പാഡ് യൂസ് ചെയ്യുന്നു. ദെൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓൾ ദ മാനേജ്മെന്റ് സ്റ്റാർട്ട് ദ ബ്രസ്റ്റ് ഫീഡ്. Okay, so that's all regarding the 5th unit, labor and management. If you have any doubt, comment in the comment section. Download Nursing Guru, subscribe for more updated videos.